डॉलर को संरक्षण देने के आरोप लगे हैं। गोल्ड स्मगलिंग स्कैम में अपराधियों को बचाने के लिए पूरी सरकार लगी हुई है। ആദ്യം കോൺഗ്രസ്, ഇപ്പോൾ ഇടതുമുന്നണി, രണ്ട് സർക്കാരുകളും മാറി മാറി കേരളത്തെ കൊള്ളയടിക്കാനും അഴിമതി നടത്താനുള്ള താവളമായി അവരുടെ കേന്ദ്രമായി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ ദിവസവും സ്വർണ്ണക്കടത്ത് നടത്തുന്നവരെ സംരക്ഷിക്കുന്നു എന്ന ആരോപണം നേരിടുന്ന സർക്കാരാണ്. സ്വർണ്ണക്കടത്തുകാരെ, അതിൽ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാൻ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ഇവിടെ ദുരുപയോഗപ്പെടുത്തുകയാണ്. साथियों, केरला में गरीबों, मजदूरों, महिलाओं, गल्फ से लौटे लोगों के पैसे की खुलेआम लूट हो रही है। केरला में 300 से ज्यादा, मैं बहुत गंभीरता से बात बता रहा हूं, 300 से ज्यादा कोऑपरेटिव बैंक है और इनके पास केरला के गरीबों के, केरल के मध्यम वर्ग के लोगों के करीब करीब 1 लाख करोड़ रुपए जमा है। इन 300 बैंक में 1 लाख करोड़ रुपया आप लोगों का जमा है। सीपीएम के करप्शन की वजह से ये पैसा खतरे में पड़ा हुआ है। कितने ही कोऑपरेटिव बैंकों में सीपीएम के सदस्यों द्वारा गरीबों का पैसा लूट लिया गया है। പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിലെ സാധാരണക്കാരുടെ, ദരിദ്രരായിട്ടുള്ളവരുടെ, സ്ത്രീകളുടെ ഒക്കെ പണം മോഷ്ടിക്കപ്പെടുകയാണ്. കേരളത്തിൽ ഏകദേശം 300ഓളം സഹകരണ ബാങ്കുകളിൽ കൂടി 1 ലക്ഷം കോടി രൂപയുടെ കൊള്ളയാണ് ഈ ബാങ്കുകൾ ഭരിക്കുന്ന CPM നടത്തിയിട്ടുള്ളത്. വനിതകളുടെ, കർഷകരുടെ,